ശക്തമാക്കി പ്രതിപക്ഷം. അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്ക് ഉടൻ മാർച്ച് നടക്കും. അതിന്റെ ദൃശ്യങ്ങൾ കാണാം ആദ്യം. ഇന്നലെയാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത്. അംബേദ്കർ 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 എന്ന് നിരന്തരം ഉരിയിടുന്ന പ്രതിപക്ഷം ദൈവനാമം ജപിച്ചിരുന്നെങ്കിൽ 7 ജന്മത്തിലേക്കുള്ള സ്വർഗപ്രാപ്തി ലഭിക്കുമായിരുന്നു എന്നായിരുന്നു അമിത്ഷാ ഉയർത്തിയ പരാമർശം. കോൺഗ്രസ് ഒരു അംബേദ്കർ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പാർട്ടിയാണ് എന്ന് പിന്നീട് അമിത്ഷാ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഈ ആക്ഷേപത്തെ തുടർന്ന് ഡെറക് ഒബ്രിയൻ, തൃണമൂൽ കോൺഗ്രസ് നേതാവ്, പാർലമെന്റിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു. അവകാശ ലംഘന നോട്ടീസ് നൽകിയതിനു ശേഷം അമിത്ഷാ അതിനോട് പ്രതികരിച്ചത് താൻ അധിക്ഷേപകരമായി ഒന്നും പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെതിരെയാണ് താൻ സംസാരിച്ചത് എന്നാണ് അമിത്ഷാ പിന്നീട് ശരിക്കും പറഞ്ഞാൽ അംബേദ്കർ 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 എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത്, അതായത് ആത്മാർത്ഥമില്ലാതെ പറയുന്നതിനെക്കാട്ടി നല്ലത് ദൈവനാമമെങ്കിലും ഉരുവിട്ടാൽ അവർക്ക് മോക്ഷം കിട്ടിയേനെന്നാണ് അമിത്ഷാ ഇവിടെ ഉദ്ദേശിച്ചത്. ഇത് അമിത്ഷായുടെ വകയായിട്ടൊരു ചൂണ്ടയായിരുന്നു. ഈ അംബേദ്കർ വിഷയം ഇപ്പം പ്രതിപക്ഷങ്ങൾ ഒരുപാട് ഉയർത്തി. BJP എന്തോ അംബേദ്കർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ള രീതിയിൽ. പക്ഷേ അംബേദ്കറും എന്താണ് കോൺഗ്രസും തമ്മിലുള്ള ബന്ധമെന്നാണ് ആ ഒരു പ്രസ്താവന വഴി ഇവിടെ അമിത്ഷാ പാർലമെൻറ്റ് ഉന്നയിച്ചത്. അതായത് ഈ അംബേദ്കറിനോട് എന്താണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്, 70 വർഷത്തെ ഭരണത്തിൽ എന്താണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭരണത്തിൽ എന്താണ് അംബേദ്കറിനോട് ചെയ്തത്, എന്തുകൊണ്ട് അംബേദ്കർ ആദ്യത്തെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു, അതിന് കാരണം കോൺഗ്രസ് തന്നെയല്ലേ. അപ്പോൾ അതുകൂടാതെ അംബേദ്കറിന് വേണ്ടി ഒരു സ്മാരകം പണിയാൻ, മൗ എന്ന് പറയുന്ന സ്ഥലത്താണ് അംബേദ്കറിൻ്റെ ജനനം, അവിടെ ഒരു സ്മാരകം പണിയാൻ എന്ത് ഇതാണ് എടുത്തിട്ടുള്ളത്. അവിടെ ഒരു സ്മാരകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചെലവിൽ പണിയട്ടെ, അല്ലാതെ സർക്കാരിൻ്റെ ചെലവിൽ പറ്റത്തില്ല എന്ന് പറയുന്ന കോൺഗ്രസ് എത്ര സ്മാരകങ്ങളാണ് അവരുടെ നേതാക്കൾക്ക് വേണ്ടി പണിഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് അംബേദ്കറിനെ മാത്രം ഒഴിവാക്കി നിർത്തിയെന്നും അമിത്ഷാ ചോദിക്കുന്നുണ്ട്. പിന്നെ അംബേദ്കറിന് വേണ്ടി എന്താണ്, അല്ലെങ്കിൽ അംബേദ്കർ ആളുകൾക്ക് വേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ അമിത്ഷാ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയം അംബേദ്കറും ഇന്ത്യയും, അല്ലെങ്കിൽ അംബേദ്കറും കോൺഗ്രസും, അല്ലെങ്കിൽ അംബേദ്കറും കോൺഗ്രസിൻ്റെ 70 വർഷത്തെ ഭരണവും തമ്മിൽ എന്ത് ബന്ധം, അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്നുള്ള വിഷയം ചർച്ചയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബുദ്ധിരാക്ഷസനായ അല്ലെങ്കിൽ ചാണക്യനായ അമിത്ഷാ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു കുരുക്കിലേക്ക് എടുത്ത് ചാടി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത്രയും മണ്ടത്തരം കോൺഗ്രസ് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത് അവർക്ക് വേണ്ടിയുള്ള ചൂണ്ടയാണ് അമിത്ഷാ ഇട്ടതെന്നുള്ളത് അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളൊരു ബോധമുണ്ടാവുമെന്ന് വിശ്വസിച്ചു. അവിടെയാണ് ഇവർ കോൺഗ്രസ്സുകാർ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വിഷയവും അവരുടെ കയ്യിലില്ല. മതപരമായിട്ടുള്ള വിഷയവും ജാതിപരമായിട്ടുള്ള വിഷയങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ആളി കത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് കാണിക്കുന്നത്. അതായത് ഒരു ആത്മാർത്ഥതയില്ലാതെ വെറും വോട്ടിന് വേണ്ടിയാണ് ഇവർ അംബേദ്കറിൻ്റെ നാമം ഉച്ചരിക്കുന്നതെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അത് തന്നെയാണ് ഇവരുടെ രീതിയും നീതിയും എന്ന് ഇവർ ഈ ഒരു പ്രക്ഷോഭം വഴി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വായിൽ നിന്ന് ആരെങ്കിലും എന്ത് പറഞ്ഞാലും അതിനെ വർഗീയമാക്കാനും, അല്ലെങ്കിൽ അത് ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ ഒരു ജാതിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ട്രിപ്പിൾ തലാഖ് നിർത്തലാക്കിയപ്പോഴും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന, ഒരു നൊടിയിൽ നശിപ്പിക്കുന്ന ഒരു തീരുമാനം ആണല്ലോ ഈ ട്രിപ്പിൾ തലാഖ് എന്നുള്ളത്. അപ്പോൾ അതിനെ പല മുസ്ലിം രാജ്യങ്ങളും, അല്ലെങ്കിൽ മിക്കുള്ള മുസ്ലിം രാജ്യങ്ങളും അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആ ഒരു ട്രിപ്പിൾ തലാഖിനെ ഇന്ത്യയിൽ നിയമപരമായിട്ട് നിർത്തലാക്കിയപ്പോൾ അതിനും കോൺഗ്രസ് ഒരു ജാതി മതത്തിൻ്റെ പേര് കൊടുത്ത് അതിനെ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതായത് ന്യായമായ കാര്യങ്ങൾ പറഞ്ഞ്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പ്രക്ഷോഭത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് തെളിവാണ് ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും ആ പണ്ടത്തെ കാലത്തെ പോലെ ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രക്ഷോഭങ്ങൾ നടത്തുക എന്നുള്ള ഒരു രീതിയാണ് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത്. അവർക്ക് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപരമായിട്ടുള്ള ഒരു സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ യാതൊരു വാക്കുകളും അവർക്കില്ല. ഈ BJP മുമ്പോട്ട് വെക്കുന്ന ചൂണ്ടയിൽ കൊരുത്ത് സ്വയം നശിക്കാനുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ നിലപാടുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണമായിട്ടും സത്യം പറഞ്ഞാൽ അംബേദ്കർ വിഭാഗം
കോൺഗ്രസ്സുമായിട്ട് മൊത്തത്തിൽ തെറ്റിപ്പിരിയാനുള്ള എല്ലാ കാര്യത്തിലേക്കുമാണ് ഇവർ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ചെയ്യാൻ തുടങ്ങും, ഇതിൻ്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കും. എന്താണ് അംബേദ്കറും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് അംബേദ്കർ കോൺഗ്രസിനെ വിട്ടത്, എന്തുകൊണ്ടാണ് വിട്ടത്, ആര് കാരണമാണ് വിട്ടത്, അംബേദ്കറിൻ്റെ സ്മാരകം പണിയാൻ ആരാണ് തടസ്സം നിന്നത്, എന്താണ് അവരുടെ അഭിപ്രായം, അംബേദ്കറിനെ കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്, അംബേദ്കർ രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ജവഹർലാൽ നെഹ്റു അതിന് കൊടുത്ത മറുപടി എന്നുള്ളതൊക്കെ ചരിത്രത്തിലുണ്ട്. ആ ചരിത്രമെല്ലാം ഇപ്പം ജനങ്ങളുടെ മുമ്പിലേക്ക് വരും. ഒരു പക്ഷേ ഇവർക്ക് മലയാളികളെയും തമിഴന്മാരെയും ചിലപ്പം ഈ പറയുന്ന ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റിക്കാൻ പറ്റും. പക്ഷേ ഹിന്ദി അറിയാവുന്ന ഒരുപാട് പേര് മലയാളികളും തമിഴന്മാരും ഉണ്ട്. അതുകൂടാതെ ഒരുപാട് പേര് ഈ വടക്കേ ഇന്ത്യയിലുള്ളവരെ ഇവർക്ക് ഈ പേരും പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. അമിത്ഷാ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈൻ അവൈലബിൾ ആണ്. ഞാനും ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയിരുന്നു ആദ്യം. എന്തുകൊണ്ട് അമിത്ഷാ പോലുള്ളൊരു നേതാവ് അംബേദ്കറിനെ അധിക്ഷേപിക്കുമെന്ന് ചിന്തിച്ചു. ഞാൻ അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്, അംബേദ്കറിനെ കുറിച്ച് അല്ല പറയുന്നത്. അംബേദ്കർ എന്ന് ഒരു ആത്മാർത്ഥതയല്ല വിളിക്കുന്നതിന് പകരം, ഒരു ആത്മാർത്ഥതയില്ലാതെ ഈശ്വരനാമം വിളിച്ചാൽ നമുക്ക് സ്വർഗ്ഗമെങ്കിലും കിട്ടും. അതിന് ഉദാഹരണമാണ് രാമ 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 പറയുന്നതിന് പകരം മര എന്ന് പറഞ്ഞേൽപ്പിച്ച ഒരു കഥയുണ്ടല്ലോ നമുക്ക്. ആ കഥ പോലെ എങ്കിലും ഇവർ ഈ പറയുന്ന ദൈവനാമം ഉരുവിട്ടാൽ മതി, അംബേദ്കറിൻ്റെ പേര് പറയാതെ എന്നാണ് അമിത്ഷാ ഇവിടെ ഉദ്ദേശിച്ചത്. ഈ എന്ത് പൊട്ടത്തരമാണെന്ന് അറിയത്തില്ല, ഇവർക്ക് എന്ത് നേതൃത്വമാണെന്നും അറിയത്തില്ല. ഇത്തരം കുരുക്കുകളിൽ പോയി ചാടുക എന്നുള്ളതാണ് ഇവരുടെ വിധി. എന്തായാലും സമ്പൂർണ്ണമായി കോൺഗ്രസ് ഇന്ത്യയിൽ നശിക്കാൻ പോവുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വിഷയത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട്.